നമസ്കാരം. കോൺഗ്രസിൽ നിന്നും CPM-ലെത്തിയ മുൻ കേന്ദ്രമന്ത്രി KV തോമസ് BJP-യിലേക്ക് പോകാൻ സാധ്യത. അദ്ദേഹം BJP സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷുമായി കൂടിക്കാഴ്ച നടത്തി. സന്തോഷിനെ കണ്ടോ എന്ന ചോദ്യത്തിന് പലരുമായും കൂടിക്കാഴ്ച നടത്താറുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. BJP-യിലേക്ക് പോകുമെന്ന സാധ്യതകൾ KV തോമസ് തള്ളിയതുമില്ല. കോൺഗ്രസുമായി ഇടഞ്ഞാണ് അദ്ദേഹം CPM-ലും ഇടതുമുന്നണിയിലും എത്തിയത്. 2019 ലോക്സഭാ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടതിന് പിന്നാലെ കോൺഗ്രസുമായി അകന്നു. തുടർന്ന് ഇടതുമുന്നണിയിലെത്തി. 2022 തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ഇടത് സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് LDF കൺവെൻഷനിൽ പങ്കെടുത്തതോടെ കോൺഗ്രസ് KV തോമസിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. എന്നാൽ പിണറായി സർക്കാർ അദ്ദേഹത്തിനെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായി നിയമിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതിന് തിരിച്ചടി വന്നതോടെ അദ്ദേഹം ഡൽഹിയിലെ ഓഫീസ് ഒഴിയുകയും പദവിയിൽ നിന്ന് രാജിവെക്കുകയുമൊക്കെ ചെയ്തിരുന്നു. BL സന്തോഷുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം KV തോമസ് നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് വാർത്തകൾ വന്നിട്ടുള്ളത്. ഇതോടെയാണ് KV തോമസ് വീണ്ടും കൂടുമാറുന്നോ എന്ന ചോദ്യവും സംശയങ്ങളുമെല്ലാം ഉയർന്നത്. കോൺഗ്രസ് നേതാവും മന്ത്രിയുമായിരുന്നു അദ്ദേഹം. UPA കാലത്ത് കേന്ദ്രമന്ത്രിസഭയിൽ അംഗമായിരുന്നു. തിരുതാമീൻ നയതന്ത്രത്തിൽ വിദഗ്ധനാണ് KV തോമസ് എന്നായിരുന്നു അദ്ദേഹത്തിനെതിരെയുള്ള ആക്ഷേപം. കുമ്പളങ്ങിയുടെ സ്വന്തം തിരുതമീൻ നൽകിയാണ് തോമസ് നേതാക്കളുടെ മനം കവർന്നത്. K കരുണാകരനും സോണിയാഗാന്ധിയുമെല്ലാം KV തോമസിന്റെ തിരുതയിൽ വീണു. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ അടുത്ത് ഈ നയതന്ത്രം വിലപ്പോയില്ലെന്നും അതാണ് KV തോമസ് കോൺഗ്രസ് വിടാൻ കാരണമായതെന്നും അണിയറ വാർത്തകൾ വന്നിരുന്നു. കേരള മാനേജ്മെന്റ് അസോസിയേഷൻ ദേശീയ സമ്മേളനത്തിൽ മോദിയെ പ്രകീർത്തിച്ച പരാമർശവും തോമസിന് വിനയായി. കോൺഗ്രസ് നേതാക്കളെക്കാൾ ഞാൻ കൂടുതൽ കംഫർട്ടബിൾ ആകുന്നത് മോദിയുമായി ആശയവിനിമയം നടത്തുമ്പോഴാണ് എന്നായിരുന്നു തോമസ് പറഞ്ഞത്. നോട്ട് നിരോധനം, GST തുടങ്ങിയവയിലൊക്കെ തൻ്റെ നിലപാട് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ മോദിക്ക് സാധിച്ചു എന്ന KV തോമസിന്റെ ഈ പരാമർശത്തോടെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് അദ്ദേഹവുമായി അകലുന്നത്. KV തോമസ് BJP-യിലെത്തുമോ അതല്ലെങ്കിൽ മറ്റു സംസ്ഥാന സർക്കാരുടെ ഡൽഹി പ്രതിനിധിയായി മാറുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും.